വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ ഭാരതം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ജനുവരിയിൽ വലിയ തോതിൽ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരി 13 വരെ 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഭാരതം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. എന്നാൽ ഡിസംബറിൽ 12 ലക്ഷം ബാരൽ എണ്ണ മാത്രമാണ് ഇറക്കുമതി ചെയ്തത്. നവംബറിൽ 18 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്നാണ് ഭാരതം വാങ്ങിയിരുന്നത്. ട്രംപിന്റെ സമീപകാലത്തെ താരിഫ് ഭീഷണിയെ തുടർന്ന് നവംബറിൽ ഇറക്കുമതി ചെയ്ത എണ്ണയേക്കാൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുമെന്ന നിലപാടിലാണ് ഭാരതം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ട്രംപിന്റെ എന്നല്ല ഒരു ലോക നേതാവിന്റെയും ഭീഷണിക്ക് ഭാരതം അങ്ങനെ വഴങ്ങിക്കൊടുക്കില്ല. കാരണം ഭാരതത്തിന് വ്യക്തമായ പ്ലാനിങ്ങുകൾ, പ്രത്യേകിച്ച് പ്ലാൻ ബി. ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് ഭാരതം എണ്ണ ഇങ്ങനെ ഒഴുക്കുന്നത്. എങ്ങനെയാണ് ട്രംപ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്? ഒപ്പം ഈ ഒരു ഭാരതത്തിന്റെ വ്യാപാരത്തെ എങ്ങനെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്? തീർച്ചയായും അമേരിക്ക ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തണമെന്നും അല്ലെങ്കിൽ വൻതോതിൽ താരിഫ് ചുമത്തുമെന്നും അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ തുടർച്ചയായി നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് തന്നെ ഇത്തരമൊരു നിലപാട് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളല്ല. ഭാരതത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇറക്കുമതി നയം തീരുമാനിക്കുന്നതെന്നും ഇറക്കുമതിയുടെ വോളിയം തീരുമാനിക്കുന്നതെന്നും കൃത്യമായ ഒരു നിലപാടാണ് ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ തുടർച്ചയായ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായി അറിയിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ വില നിയന്ത്രണത്തിന്റെ ഭാഗമായി ഡിസംബറിൽ എണ്ണ ഇറക്കുമതിയിൽ താരതമ്യേന ഒരു കുറവ് സംഭവിച്ചുവെങ്കിൽ കൂടി 12 ലക്ഷം ബാരൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഭാരതത്തിലെ സ്വകാര്യ റിഫൈനറികൾ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്തു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ മാസം, അതായത് ഇക്കഴിഞ്ഞ ദിവസം ജനുവരി 13 വരെ 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്നും ഭാരതം ഇറക്കുമതി ചെയ്തത്. അതായത് നേരത്തെ കഴിഞ്ഞ മാസം ഉണ്ടായതിന്റെ ഏതാണ്ട് അടുത്ത് കണ്ട അത്ര തന്നെ ഈ മാസം പകുതിയോടുകൂടി ഇറക്കുമതി ചെയ്തു എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഒരു പക്ഷേ ഇത്തവണ 2 അല്ലെങ്കിൽ 20 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ 25% അധിക താരിഫ് ചുമത്തും എന്ന ഒരു നിലപാട്, പിഴ താരിഫ് ചുമത്താനുള്ള ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പിഴ താരിഫ് ചുമത്തുന്ന ഭീഷണി വകവയ്ക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ഇപ്പോൾ വീണ്ടും കൃത്യമായി വർഷാദ്യം കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിരിക്കുകയാണ്. ഇനിയും തുടർന്നും ഭാരതത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് അനുസൃതമായി വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യും, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഭാരതം എന്നത് നേരത്തെ തന്നെ ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നു. ഇന്ന് ഈ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ട്രംപിന്റെ, അതായത് ഡിസംബറിൽ നടന്ന എണ്ണ ഇറക്കുമതിയോട് അടുത്ത് തന്നെ എണ്ണ ഇറക്കുമതി ഈ മാസം പകുതിയോടുകൂടി അല്ലെങ്കിൽ പകുതിയാകുന്നതിന് മുമ്പേ തന്നെ ഭാരതത്തിൽ നടന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ ട്രംപിന്റെ ഭീഷണികൾ വകവയ്ക്കുകയല്ല. ഒരു പരമാധികാര രാജ്യം അതിന്റെ ഊർജ്ജ സുരക്ഷ മാത്രമാണ് കണക്കാക്കുന്നത്, അത് മറ്റു രാജ്യങ്ങളുടെ സ്വാധീനങ്ങളിലാവരുത് എന്ന ഉറച്ച നിലപാടിൽ ഭാരതം വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ആ നിലപാട് വീണ്ടും വീണ്ടും തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഭാരതം തയ്യാറാകില്ല. ഭാരതത്തിന് ശരിയെന്ന തീരുമാനങ്ങളും നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകും. അത് അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, മറ്റേത് ലോക നേതാക്കളായിക്കോട്ടെ, ഒരു ഭീഷണിക്ക് മുന്നിലും ഭാരതം വഴങ്ങില്ല എന്നതുള്ള കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ജനുവരിയിൽ മാത്രം വലിയ തോതിലുള്ള വളർച്ചയാണ് ഭാരതത്തിൽ രേഖപ്പെടുത്തിയത്. അതായത് ട്രംപ് താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് തൊട്ട് പിന്നാലെയാണ് ഭാരതം റഷ്യയിൽ നിന്നും എണ്ണ ഒഴുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പുടിൻ ഉറ്റ മിത്രമാണ്. ജനുവരി 13 വരെ 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഭാരതം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. ഐസനാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.